ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് സീൻ ഷൂട്ടിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ മഴതോറും മുമ്പ് പരമ്പരയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാലോ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഒന്ന് ജസ്റ്റ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെക്കാനായിട്ട് ശ്രമിക്കണം. അപ്പം നമുക്ക് നാളത്തെ വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ അലീന നമ്മുടെ സ്വന്തം അമ്മയായ വൈജയന്തിയുടെ അടുത്ത് യാത്ര പറയാനായിട്ട് പോയ നിമിഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വൈജയന്തിയെ സംബന്ധിച്ച് അലീന പറഞ്ഞ വാക്കുകൾ വൈജയന്തിയുടെ ഉള്ളിൽ അങ്ങോട്ട് തറഞ്ഞു കയറിയ കണക്കാണ് വൈജയന്തിക്ക് ഫീൽ ചെയ്തത്. വേറൊന്നുമല്ല, നമ്മുടെ അതായത് 22 വർഷങ്ങൾക്ക് മുന്നേ മാഡം ആഗ്രയിൽ ജീവിച്ചിരുന്ന ഒരു ജീവിതം എന്ന് പറഞ്ഞല്ലോ, ആ ജീവിതത്തെക്കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് അലീന പറയുന്നുണ്ട്. അത് വൈജയന്തിക്ക് വല്ലാത്തൊരു ഞെട്ടലായിപ്പോയി. അലീനയുടെ വായിൽ നിന്നും എവളിതെങ്ങനെ അറിഞ്ഞു എന്നുള്ളതൊക്കെയായിരുന്നു വൈജയന്തിയുടെ ടെൻഷൻ. ഒരു പക്ഷേ എവളിത് എൻ്റെ അടുത്ത് സൂചിപ്പിച്ചത് ബാലചന്ദ്രന് ഈ സത്യങ്ങളൊക്കെ അറിയാമായിരിക്കുമോ? അങ്ങനെ പല ചിന്തകൾ. ബാലചന്ദ്രന് എന്നിൽ ഈ വെറുപ്പ് വരാനുള്ള കാരണം ഈ സത്യങ്ങളൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞോ? അങ്ങനെ 100 ചോദ്യങ്ങൾ നമ്മുടെ വൈജയന്തിയുടെ ഉള്ളിൽ ഇങ്ങനെ കടന്നു വരികയാണ് കേട്ടോ. പക്ഷേ എന്തായാലും ആ ഒരു വാക്കെങ്കിലും തൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് അലീന അവിടെ നിന്ന് മടങ്ങുന്നത്. അതിനുശേഷം മുത്തശ്ശിയെ കണ്ടു, കമലയെ കണ്ടു, എല്ലാവരെയും കണ്ട് യാത്ര പറഞ്ഞു. അപ്പോൾ മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ടാ ഞാൻ എന്നാൽ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മനു പറഞ്ഞു, യാത്ര പറഞ്ഞ് പോകാൻ മാത്രമുള്ള ഇതേ ഉള്ളൂ അല്ലേ അലീന എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. മനുവേട്ടൻ എന്നോട് അങ്ങനെയൊന്നും പറയരുത്, എന്തായാലും ഞാൻ നിന്നെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. വേണ്ട മനുവേട്ട, ഞാൻ പൊയ്ക്കോളാം, മനുവേട്ടൻ്റെ ജോലി നടക്കട്ടെ എന്നുള്ള രീതിയിൽ അലീന പറയുന്നുണ്ട്. അപ്പം മനു പറഞ്ഞു, സാരമില്ല, എന്തായാലും ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് അലീനയെ കാറിൽ കയറ്റി കൊണ്ടുവന്ന് മനുശങ്കർ പോവേണ്ട കേട്ടോ നെടുമ്പുരയ്ക്കൽ വീട്ടിലോട്ട്. അപ്പോൾ ഇതേ സമയത്ത് നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ നമ്മുടെ രോഹിത്തും ബബിതയും കൃഷ്ണമോളും ഒക്കെ ആകെ ബ്ലിങ്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം നാളെ അലീന ചേച്ചി പോകും എന്നുള്ള കാര്യം ബാലചന്ദ്രൻ പറഞ്ഞുവല്ലോ. അവർ മനസ്സിനെ വല്ലാണ്ട് അതങ്ങ് വേദനിപ്പിക്കുന്നുണ്ട്. നാളെ എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് ആയിപ്പോയതുപോലെയുള്ളൊരു തോന്നൽ 3 പേർക്കും വല്ലാത്തൊരു മനസ്സിന് പ്രയാസം അങ്ങ് ആയിപ്പോവുകയാണ്. അങ്ങനെ മനുശങ്കർ വണ്ടി ഇരുന്ന് പറയുന്നുണ്ട്, നീ ഇവിടുന്ന് പോയാൽ ഞങ്ങളെയൊക്കെ മറക്കില്ല അലീന എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ മറക്കാൻ പറ്റുന്ന ബന്ധമാണ് മനുവേട്ട. എൻ്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെയും എൻ്റെ എല്ലാ കാര്യത്തിലും എനിക്ക് സപ്പോർട്ടായിട്ട് നിന്ന ഒരു വ്യക്തിയാണ് മനുവേട്ടൻ. ഞാൻ മനുവേട്ടനെയും എൻ്റെ കൂടപ്പിറപ്പുകളെയും അമ്മയും അച്ഛനെയൊക്കെ ഞാൻ മറന്നിട്ട് ഞാൻ അങ്ങനെ ഒരു ലോകത്തേക്ക് ഞാൻ പോകുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. മനുശങ്കറിന് അവളുടെ വാക്കുകൾ ഒരു നിമിഷം ഒരു ആശ്വാസം പോലെ മനസ്സിൽ തറയ്ക്കുകയാണ്. എന്നാലും അലീനയുടെ മുഖത്ത് നിന്നും അലീനയുടെ കണ്ണുകളിൽ നിന്നും അവൾക്ക് ഞാൻ വേണ്ടപ്പെട്ടവനാണ് എന്നുള്ളൊരു ഇത് മനുശങ്കറിന് എന്നെ തോന്നുകയാണ്. കാരണം അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ട്, എന്നെ അവൾ ഒരിക്കലും മറക്കില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ മനുവിന് വരെയാണ് കേട്ടോ. അങ്ങനെ അവർ വീട്ടിലെത്തുകയാണ്, നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തുകയാണ്. അപ്പോൾ അവിടെ ബാലചന്ദ്രന് ഉണ്ട്, മക്കൾ 3 പേരും, തൻ്റെ കൂടപ്പിറപ്പുകൾ 3 പേരൊക്കെ ഉണ്ട്. അപ്പോൾ അലീന കയറി വന്നു. അപ്പോൾ മനുവിനെയും കണ്ടു. അപ്പോൾ അലീന നോക്കുമ്പോൾ കൃഷ്ണമോളുടെയും ബബിതയുടെയും രോഹിത്തിൻ്റെയൊക്കെ മുഖത്തിനൊരു വല്ലാത്തൊരു വിഷമം പോലെ. അലീനയ്ക്ക് മനസ്സിലായി, അച്ഛൻ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ നാളെ ഇവിടെ നിന്ന് പോവുകയാണ് എന്നുള്ള കാര്യം. അത് കേട്ടിട്ടാണ് അവർ വിഷമിച്ചിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചി നാളെ പോവല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അലീന ഉള്ളിൽ 1000 കട്ടകൾ വന്ന് തീക്കട്ട വീണ കണക്കാണ് കൃഷ്ണമോളുടെ ആ ഒരു ചോദ്യം. പക്ഷേ അതെല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് അലീന എപ്പോഴത്തെയും പോലെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, അതെ എന്നുള്ളൊരു മൂളൽ ഒരു ഇതുമാണ് അലീന കൊടുത്തത്. കാരണം അതിൽ കൂടുതലൊന്നും അലീനയ്ക്ക് കൃഷ്ണമോളുടെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്ക് ഒരു മനസ്സ് വേദനിച്ചു കൊണ്ടുള്ളൊരു മറുപടിയായിരുന്നു അലീന കൊടുത്തിരുന്നത് കേട്ടോ. അതിനുശേഷം മനുശങ്കറിൻ്റെ അടുത്ത് ചെന്നിട്ട് ബബിതയും കൃഷ്ണമോളും ഒക്കെ പറയുന്നുണ്ട്, മനുവേട്ടനൊന്ന് അലീന ചേച്ചിയുടെ അടുത്ത് പറഞ്ഞൂടെ, പോകണ്ട, ഇവിടെ നിന്ന് പോകണ്ട എന്നൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. മനുവിൻ്റെ കണ്ണുകളൊക്കെ നിറയാണ്. കാരണം ഏറ്റവും കൂടുതൽ സങ്കടം മനുവിനാണ്. അവളെ എന്നേക്കുമായിട്ട് എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു തോന്നലായിരുന്നു. എന്ത് ചെയ്യും, അവൾ ഞങ്ങളെയൊക്കെ മറന്നു പോവോ, അങ്ങനെയൊക്കെയുള്ള വിചാരങ്ങളാണ് എല്ലാവരുടെയും മനസ്സിൽ പറഞ്ഞത്. രോഹിത്തിനും അതിലേറെ സങ്കടമായിരുന്നു. അപ്പോൾ മനു നേരെ ചെന്നിട്ട് ബാലേന്ദ്രൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവൾ ഈ പോകുന്ന സ്ഥലം നല്ല സേഫായിട്ടുള്ള സ്ഥലമൊക്കെ തന്നെയാണോ? ഞാൻ
അങ്ങനെ അല്ലാത്തടത്ത് വിടുമോ മനു? അല്ലെങ്കിൽ അവൾ പോകണമെന്നുള്ളത് അങ്കിൾ ഒരു വാക്ക് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ അലീന പോകാണ്ടിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലചന്ദ്രൻ പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവളുടെ അടുത്ത് കർശനായിട്ട് പറയണേ നീ പോകണ്ട എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവൾ പോവില്ലായിരിക്കും. പക്ഷേ നീ ഒരു കാര്യം ചിന്തിക്കണം, അവളുടെ മറുവശത്ത് നിൽക്കുന്ന അവളുടെ സ്വന്തം പെറ്റ അമ്മയാണ്. അതും കൂടെ നമ്മൾ ഓർക്കണ്ടേ മനു? അവൾ ആരെ കൂടെയാണ് മത്സരിക്കേണ്ടത്? അവളുടെ അമ്മയുടെ കൂടെയോ? അതുകൊണ്ട് എന്തായാലും നിൻ്റെ ആൻറ്റിയുടെ കാര്യം നിനക്കറിയാലോ. അവളുടെ നിലപാട് മാത്രമാണ് അവൾക്ക് വലുത്. മറ്റൊന്നിനെക്കുറിച്ച് അവൾ ചിന്തിക്കാറില്ല. അവൾ പറയുന്ന കാര്യങ്ങൾ ജയിക്കുക, അത്രയേ ഉള്ളൂ. പണ്ട് തൊട്ടേ ഉള്ള അവളുടെ നിലപാട് അത് തന്നെയാണല്ലോ. അപ്പോഴേക്കും മനു പറഞ്ഞു, അതെ, ആൻറ്റിയുടെ നിലപാട് ജയിച്ചു വരട്ടെ, ആൻറ്റി എടുക്കുന്ന തീരുമാനവും ജയിച്ചു വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെ മനുശങ്കർ സംസാരിക്കുകയാണ്. അതിനുശേഷം മനു അവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് മനുശങ്കർ സങ്കടപ്പെട്ട് തന്നെ യാത്രയൊക്കെ പറഞ്ഞിട്ട് അലീനയുടെ അടുത്ത് നിന്ന് പോവാണ്. അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ നമ്മുടെ അലീനെ റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ അലീന മേളിലോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് ഇടുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അലീനയുടെ മുഖവും വല്ലാത്ത ആ കണ്ണുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് വിഷമത്തോടെയാണ് നിൽക്കണേ. നാളെ ഈ സമയം ഞാൻ മറ്റൊരു വീട്ടിലാണ് എന്നുള്ള ഒരു ചിന്ത തന്നെയായിരുന്നു അലീനയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത്. റൂമിലെത്തിക്കഴിഞ്ഞ് അലീനയുടെ കയ്യിൽ ബാലചന്ദ്രൻ ഒരു കിറ്റെടുത്ത് കൊടുക്കുകയാണ്. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. എനിക്കോ? എന്തിനാ വെച്ചാൽ? അങ്ങനെ അലീന അത് തുറന്ന് നോക്കുമ്പോൾ നല്ല വില കൂടിയൊരു സാരിയാണ്. അതിനോടൊപ്പം ഒരു ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചൊക്കെയാണ്. അപ്പം അലീന ചോദിച്ചു, ഇതാർക്കാ അച്ഛൻ? ഇതെന്തിനാ? എനിക്കും മേടിച്ചോ? ഞാൻ ഇത്രയും വില കൂടിയ ഡ്രസ്സൊന്നും ഉപയോഗിക്കാറില്ല എന്ന് അച്ഛൻ അറിയില്ല, അതും സാരി. അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, നീ നാളെ പോകുന്നത് എൻ്റെ മകളായിട്ട് ഒരു വലിയ വീട്ടിലാണ് പോകുന്നത്. ആ വീട്ടിൽ പോകുമ്പോൾ നിനക്ക് അതിൻ്റേതായ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ തന്നെ വേണം. എൻ്റെ മകളായിട്ടാണ് നീ ആ വീട്ടിൽ പോകുന്നത്. ആ ഒരു നിലയും വിലയും എൻ്റെ മോൾക്ക് വേണം എന്നിങ്ങനെ പറയണേ കേട്ടോ. അലീനയുടെ കണ്ണുകളൊക്കെ നിറയാണ്. ഇതേ സമയം നമ്മുടെ കൃഷ്ണമോൾ അകത്തോട്ട് വരികയാണ് കേട്ടോ. അപ്പം ആ സമയത്ത് കൃഷ്ണമോൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് എൻ്റെ ബ്ലൗസൊക്കെ എങ്ങനെയാണ് അച്ഛൻ സ്റ്റിച്ച് ചെയ്തതെന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ പറഞ്ഞു, അതൊക്കെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ അലീന ചേച്ചി പറഞ്ഞു കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. നാളെ നീ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഈ സാരി ഉടുത്തിട്ട് വേണം നീ പോകാൻ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അലീനയുടെ മനസ്സ് അലീന പിടിച്ച് നിൽക്കുകയാണ്. കാരണം അച്ഛൻ്റെ വാക്കുകളും ഒപ്പം എല്ലാം കൂടെ അലീനേനെ വല്ലാണ്ട് മനസ്സിനെ മറിയും കണക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തു പറയണം, ഇവരെയൊക്കെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ പോകും, അങ്ങനെയൊക്കെയുള്ള ഒരു വല്ലാത്തൊരു നിമിഷങ്ങളാണ് ആ സമയത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കൃഷ്ണമോൾ അങ്ങ് പോവാണ് കേട്ടോ. ആ സമയം ബാലചന്ദ്രൻ വീണ്ടും അലീനയുടെ കയ്യിൽ ഒരു ജുവലറി ബോക്സ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ബോക്സിൽ കുറച്ച് അലീനയ്ക്ക് വേണ്ടുന്ന മാലയും അതുപോലെ കമ്മലും കുറച്ച് ജുവലറി സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അലീന അത് ഇങ്ങനെ അന്താളിപ്പോടെ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്തിനാ വെച്ചാൽ? ഇതൊക്കെ നിനക്കായിട്ട് എന്നെ ഇരുന്നോട്ടെ എന്നിങ്ങനെ പറയും. ഞാൻ നിനക്കായിട്ട് മേടിച്ചതാണ്. നാളെ നീ അവിടെ പോകുമ്പോൾ ഒരു കൊന്തയിട്ടോണ്ടല്ല പോകേണ്ടത്. ബാലചന്ദ്രൻ്റെ മകളാണ്. നിനക്ക് ഇടേണ്ട സാധനങ്ങളും അല്ലെങ്കിൽ ആ ജ്വല്ലറി സാധനങ്ങളൊക്കെ തന്നെ നിനക്ക് വേണം എന്ന രീതിയിൽ തന്നെ ഇങ്ങനെ പറയൂ കേട്ടോ. അങ്ങനെ അലീനയുടെ അടുത്ത് ബാലചന്ദ്രൻ പറയാണ്, നീ ഈ സാരി ഉടുത്ത് ഇതൊക്കെ ഇട്ടുകൊണ്ടൊന്ന് വരാവോ, എനിക്ക് നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അങ്ങനെ അലീന പോയി ആ സാരിയൊക്കെ ഉടുത്ത് അതൊക്കെ ഇട്ട് പറയാണ്. അങ്ങനെ അവരെല്ലാവരും ബബിതയും ഒക്കെ വന്നിട്ട് പറയും, നല്ല ഭംഗിയുണ്ട് അലീന ചേച്ചീനെ കാണാൻ, നല്ല വില കൂടിയ സാരിയൊക്കെയാണല്ലോ, ഇതിനൊരു 10,000 രൂപയെങ്കിലും വരും. 5,000 രൂപയോ എന്നാൽ? കാരണം അലീനയൊന്നും അലീനയുടെ ജീവിതത്തിൽ അത്രയും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊന്നും അലീന ഉപയോഗിച്ചിട്ടില്ല. അപ്പം ബാലചന്ദ്രൻ്റെ നിർബന്ധമാണ് നാളെ പോകുമ്പോൾ ഇങ്ങനെ തന്നെ പോകണം എന്നുള്ള രീതിയിൽ സ്വർണ്ണമൊക്കെ ഇട്ട് വന്നപ്പോൾ അലീനയെ കാണാൻ വല്ലാത്തൊരു ഭംഗിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അലീന ആ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും കണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവുകയാണ്. പക്ഷെ എല്ലാവരുടെ ഉള്ളിലും ഒരു തീക്കട്ട പോലെ നാളെ അലീന പോകും എന്നുള്ള ഒരു ചിന്ത വരുമ്പോൾ മനസ്സിനെ ആകെ എല്ലാവരെയും തളർത്തുകയാണ്. അങ്ങനെ അലീന കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ രേവതി കുട്ടിയൊക്കെ വിളിക്കുന്നുണ്ട്. രേവതി കുട്ടിക്ക് വല്ലാത്തൊരു പ്രയാസം. അല്ല അലീന ചേച്ചി, ഇത്രയും ദൂരെ പോകേണ്ട കാര്യമൊക്കെ ഉണ്ടോ? ഇവിടെ അടുത്തെങ്ങാനും ആയിരുന്നെങ്കിൽ അലീന ചേച്ചി എങ്ങനെ ഇനി നമ്മളെയൊക്കെ കാണാൻ വരിക? ഞാൻ വരാണ്ടിരിക്കുമോ? ഞാൻ ഇവിടെ ആണെങ്കിലും അവരെ കാണാൻ വരുമ്പം എൻ്റെ മോളെയും കാണാണ്ടിരിക്കുമോടി എന്നൊക്കെ ഇങ്ങനെ അലീന രേവതി കുട്ടിയോട് പറയുന്നുണ്ട്. സങ്കടപ്പെട്ടാണ് പറയുന്നത്. എന്തായാലും എൻ്റെ അച്ഛൻ കൊണ്ടാക്കുന്ന സ്ഥലം അത്രയ്ക്കും നല്ല സേഫായിട്ടും ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തല്ലേ എന്നെ അച്ഛനാക്കുള്ളൂ. അത് കേട്ടപ്പോൾ രേവതിക്ക് ഒരു സമാധാനമുണ്ട്. എന്നാലും പോകുന്നതിൻ്റെ ഒരു വിഷമമൊക്കെ ഇങ്ങനെ കുറേ അവർ പങ്കിട്ടിട്ടാണ് പിന്നെ ഫോണും കാര്യങ്ങളൊക്കെ വെക്കുന്നത്.
അത് കഴിഞ്ഞ് നമ്മുടെ അന്നേ ദിവസം കിടക്കുന്ന സമയമായപ്പോൾ കൃഷ്ണമോള് വരെയാണ് അലീന ചേച്ചിയുടെ അടുത്ത് ഒന്ന് കിടക്കാനായിട്ട്. കാരണം ഇനി തനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ എന്നൊക്കെയുള്ള പല ചിന്തകളാണ് കൃഷ്ണമോൾക്ക്. അങ്ങനെ അലീന പറഞ്ഞ് കയറി വാടി മോളെ എന്ന് പറയും. അങ്ങനെ വന്നിട്ട് പറയും ഞാൻ ഇന്ന് അലീന ചേച്ചിയുടെ കൂടെ കിടക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അലീന ചേച്ചി ഇനി എനിക്ക് എപ്പോഴാണ് ഇനി ഇതുപോലെ കെട്ടിപ്പിടിച്ച് കിടക്കാനൊക്കെ പറ്റുന്ന, എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാവും അലീന ചേച്ചി എന്നൊക്കെ സങ്കടപ്പെട്ടാണ് കൃഷ്ണമോള് പറയണത്. അപ്പോൾ അലീന പറയും എൻ്റെ ജീവിതം ഈ ഒരു അവസ്ഥ അറിഞ്ഞ് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ഒപ്പം നിന്ന മോളാണ് നീ. നിന്നെ വിട്ടു പോകുന്ന കാര്യം, അതുപോലെ ബബിത, രോഹിത്, അച്ഛനെ അമ്മയും ഒക്കെ വിട്ടു പോണ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഈ വീട്ടിൽ എപ്പോഴെങ്കിലും നമുക്കൊക്കെ ഒരുമിച്ച് എല്ലാവർക്കും സന്തോഷത്തോടെ നിൽക്കാനുള്ളൊരു അവസരമൊക്കെ ഉണ്ടാകുമോ മോളെ എന്നൊക്കെയുള്ള സങ്കടപ്പെട്ടുകൊണ്ടുള്ള കുറേ കാര്യങ്ങളാണ് അലീന കൃഷ്ണമോളുടെ അടുത്ത് പറയുന്നത്. കൃഷ്ണമോൾക്ക് അതിനേക്കാളേറെ വിഷമമാണ്. കാരണം അലീനയുടെ മനസ്സ് അത്രയേറെ വിങ്ങിപ്പൊട്ടുകയാണ്. കാരണം ഇനി ഈ രാത്രി ഈ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ താൻ അവസാനമായിട്ട് കിടക്കുന്ന ഒരു ദിവസമായിരിക്കുമോ, ഇനി തനിക്ക് തൻ്റെ കൂടപ്പിറപ്പുകളെ കൂടെയുള്ള ഒരു അവസരം, ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു അവസരം ഇനി ഉണ്ടാകുമോ, അങ്ങനെ 100 ചോദ്യങ്ങളാണ് മനസ്സിൽ ഇങ്ങനെ കയറി വന്നത് അലീനയ്ക്ക്. ഇനി നാളെ ഞാൻ പോകുന്ന സ്ഥലം എങ്ങനെയുള്ള സ്ഥലമാണ്, എന്താണ് എന്നൊന്നും അറിയില്ല. അങ്ങനെ നേരം വെളുത്ത് അലീന കുളിച്ച് ഫ്രഷായി എല്ലാം റെഡി ആവുകയാണ്. അങ്ങനെ അലീന പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പൊക്കെ ആയി. അപ്പം ബാലചന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ അലീന ആ സാരിയൊക്കെ ഉടുത്തും ആ ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് തന്നെയാണ് അലീന ഇറങ്ങുന്നത്. അപ്പോൾ ബാലചന്ദ്രന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. താൻ എങ്ങനെ അവളോട് പറയും താൻ ഇനി പോകുന്നത് തൻ്റെ സ്വന്തം അച്ഛൻ്റെ കൂടെ, അച്ഛൻ്റെ വീട്ടിലേക്കാണ് എന്നുള്ളത് എങ്ങനെ പറയും? അപ്പോൾ ബാലചന്ദ്രൻ ഒരു നിമിഷം ചിന്തിക്കുകയാണ്. സ്റ്റാൻലി വിളിച്ചിട്ട് എനിക്ക് പറ്റില്ല, എനിക്ക് അവളെ ഏൽക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് സമാധാനത്തോടെ എൻ്റെ മകളെ എൻ്റെ വീട്ടിൽ എൻ്റെ സ്വന്തം മകളായി, മൂത്ത മകളായി തന്നെ എനിക്ക് അവളെ വളർത്താമായിരുന്നു എന്നൊക്കെ ബാലചന്ദ്രൻ ഒരു നിമിഷം ചിന്തിക്കാനായിട്ടോ. ഇതേ സമയം അലീന ചങ്കു പറിച്ച് പൊട്ടുന്ന വേദനയോടുകൂടെയാണ് തൻ്റെ കൂടപ്പിറപ്പുകളെ കൂടെ യാത്ര പറഞ്ഞിറങ്ങുന്നത്. സത്യം പറഞ്ഞാൽ ആ സീനൊക്കെ നമ്മൾ നമ്മുടെ എപ്പിസോഡിൽ കാണുമ്പോൾ സത്യമായിട്ട് നമ്മുടെ ചങ്ക് തകർന്നു പോകും കേട്ടോ. അങ്ങനത്തെ ഒരു ഫീലിങ്സാണ്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കൃഷ്ണമോളും രോഹിത്തും ബബിതയ്ക്ക് അത് നേരിട്ട് കാണാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനിൽ ബബിത ചങ്ക് പൊട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ബബിതയുടേത്. ബാലചന്ദ്രൻ അതിനേക്കാളേറെ അലീനയുടെ അവസ്ഥയോ എല്ലാം ഒരു വല്ലാത്ത ബുദ്ധിമുട്ട്. അലീന മനസ്സിൽ കരുതുന്നുണ്ട്, പരിചയമില്ലാത്തൊരു സ്ഥലം, അച്ഛൻ്റെ ഒരു ഉറപ്പിൻ്റെ മേലെ അച്ഛനെ വിശ്വസിച്ച് ഞാൻ പോവാണ്. ഏതോ ഒരു ലാലിച്ചൻ എന്ന് പറഞ്ഞ ഒരാളാണ്, പക്ഷേ തൻ്റെ സ്വന്തം അച്ഛനായ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നതെന്ന് ആ പാവം അറിയുന്നില്ല. അങ്ങനെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അലീനയുടെ ആ ഒരു വിട പറച്ചിൽ, അല്ലേ, എല്ലാവരോടും കൂടെയുള്ള ആ ഒരു വിട പറച്ചിൽ വല്ലാത്തൊരു ഇമോഷണൽ സീൻ തന്നെയാണ്. എന്തായാലും എനിക്കത് നല്ല രീതിയിൽ പറഞ്ഞെത്തിക്കാനും എനിക്ക് പറ്റുന്നില്ല. എനിക്കും സത്യം പറഞ്ഞാൽ ആ ഒരു ഇത് കേട്ട് എനിക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. കാരണം ഒരു വല്ലാത്തൊരു വിഷമം, നമ്മളൊരു കഥാപാത്രം ഒറിജിനലായിട്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു പ്രയാസമല്ലേ. എല്ലാവർക്കും ചിലവർക്ക് അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനിയിപ്പോൾ അലീനയുടെ നമ്മുടെ മഴതോറും മുമ്പ് സീരിയൽ എന്തൊക്കെയാണ് വരുന്നതും, ഇനിയിപ്പോൾ വൈജയന്തി നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തുന്ന സീനും ഒക്കെ നമുക്ക് കാത്തിരിക്കാം. ഇനി അലീന അവിടെ ചെല്ലുമ്പോൾ സ്റ്റാൻലി അല്ലേ ആ ഒരു അച്ഛനാണ് എന്നുള്ളതൊക്കെ സത്യങ്ങൾ അലീന അറിയുമോ, എന്തൊക്കെയാണ് അല്ലേ, എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മൾ 6 മണിക്ക് നമ്മുടെ സാന്ത്വനം 2 ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ഈ 2 പരമ്പരകളും സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇന്നലെ മഴതോറും മുമ്പ് പറഞ്ഞതിൽ നമ്മുടെ ഷാജി ചേട്ടനെ ഞാൻ സാബു ചേട്ടൻ എന്നുള്ള പേര് മാറിപ്പോയി കേട്ടോ. എൻ്റെ മിസ്റ്റേക്കാണ്, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. പറയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിലും ആ ഒരു വെപ്രാളത്തിലും ചിലപ്പോൾ പറഞ്ഞതായിരിക്കും. എനിക്ക് ചിലപ്പോൾ ഈ ചില സീനൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇത് വരും. അപ്പോൾ അതുകൊണ്ട് പേര് മാറിപ്പോയതാണ് കേട്ടോ, ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, ബൈ ബൈ.